ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ റെസിപ്പി റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടാറുള്ള ബീഫ് ഫ്രൈ ആണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ബീഫ് ഫ്രൈക്ക് നല്ല ഒരു ബ്ലാക്ക് കളറും കൂടി ചേർന്നിട്ടാണ് നമുക്ക് ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാനിവിടെ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നത്. അത്രയും കളറ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതനുസരിച്ച് ഫ്രൈ ചെയ്യുന്നതിൽ കുറച്ച് വ്യത്യാസം വരുത്തിയാൽ മതിയേ. ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ബീഫാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ബീഫ് കഴുകിയെടുക്കുന്ന സമയത്ത് കുറച്ച് വിനേഗറും 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കണേ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബ്ലഡും ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും, അതൊക്കെ മാറും കേട്ടോ നന്നായിട്ട്. ബീഫ് ആദ്യം നമുക്ക് വേവിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലയൊന്ന് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസുള്ള ഇഞ്ചി, ഒരു വലിയ കൂടം വെളുത്തുള്ളി, 3 പച്ചമുളക് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ചതച്ചെടുത്തതാണ്. ചതച്ചോ അരിഞ്ഞോ എങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുത്തോളുക. ചതച്ച് ചേർക്കുവാണെങ്കിൽ അതാണ് ഒന്നും കൂടി നല്ലത്. അതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് ചെറിയുള്ളി വഴറ്റുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. 1-2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു കുക്കറിൽ വേവിച്ചെടുക്കണം. നമുക്കിത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. ബീഫ് കഴുകി വാരി എടുക്കുന്ന പാടെയാണെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ബീഫിൽ തന്നെ വെള്ളം ഉണ്ടാവും. ഞാനിപ്പോൾ കുറച്ച് സമയമായതാണ് കഴുകി വെച്ചിട്ട്, അതുകൊണ്ട് ഞാനിവിടെ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇറച്ചി വെന്ത് കഴിയുമ്പോൾ കുറച്ച് വെള്ളവും കൂടി ഒന്ന് ഇറങ്ങി വരും കേട്ടോ. ഈ ഒരു പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫ് വേകുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 വിസിലാണ് അടുപ്പിക്കുന്നത്. ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി 4 വിസിൽ മീഡിയം ഫ്ലെയിമിലും. കുക്കറിൻ്റെ പ്രഷറൊക്കെ നന്നായിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം തുറക്കാൻ പാടുള്ളൂ. നമ്മുടെ ഇറച്ചി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് പെരിഞ്ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകം ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഒരു 1/4 കപ്പ് തേങ്ങ കൊത്തിയെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എല്ലാവർക്കും ചിലപ്പോൾ തേങ്ങ കൊത്തി ചേർക്കുന്നത് ഇഷ്ടമുണ്ടാവണമെന്നില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ആ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചെറുതായിട്ട് അരിയണമെന്നൊന്നുമില്ല കേട്ടോ. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഇറച്ചിയിൽ ഉപ്പ് ചേർത്തതാണ്, അത് നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഉള്ളിയുടെ കളറ് ഒരുപാട് മാറുമൊന്നും വേണ്ട കേട്ടോ. ചെറിയുള്ളി അല്ല ചേർക്കുന്നതെങ്കിൽ ഒരു 2 സവാള ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഉള്ളിയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വെക്കില്ലേ, അതിൻ്റെ ബാക്കി ഇരിക്കുന്നതും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ച മണമുണ്ട്, അതൊക്കെ ഒന്ന് മാറി നല്ലൊരു മണം വരാൻ തുടങ്ങും.
അതുവരെ ഇളക്കി കൊടുക്കണേ. ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടികൾ ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക. പൊടികൾ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ആവി കയറുന്നോടം വരെ അടച്ചു വെക്കാവേ. നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് നന്നായിട്ട് വേകണം കേട്ടോ. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ലോ ടു മീഡിയത്തിൽ വെച്ച് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ആ ഗ്രേവിയൊക്കെ ഇറച്ചിയിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു വരട്ടെ. നല്ലപോലെ ആവി കയറി ഒന്ന് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഉപ്പ് കുറവാണ്, ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ കയ്യിലിരിക്കുന്ന ബീഫിൻ്റെയും കുക്കറിൻ്റെയും ഒക്കെ വ്യത്യാസത്തിനനുസരിച്ച് വേകുന്നതിലും വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ അത് ബീഫ് നന്നായിട്ട് വേകുന്നത് നോക്കിയിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളേ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അടച്ചു വെക്കണ്ട, തുറന്ന് വെച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. അടിയിൽ പിടിക്കാതെ നോക്കണം. മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഫ്രൈ എല്ലാം കുറച്ച് ഗ്രേവിയോടുകൂടി കഴിക്കാനാണെങ്കിൽ ഈ ഒരു പാകമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു പാകമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. ഇനി ഹൈ ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് ഇളക്കി കൊടുക്കാവേ. മീഡിയം ഫ്ലെയിമിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഇളക്കി കൊടുക്കുന്നില്ല. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടിയിൽ പിടിക്കാതെ നോക്കിയാൽ മതി. കളറൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു ഭാഗത്ത് മാത്രമേ കുറച്ച് സമയം നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കേണ്ടതുള്ളേ. ബാക്കിയെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ബീഫ് ഫ്രൈ. നന്നായിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 പച്ചമുളകും കൂടി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. എരിവ് കുറവാണെങ്കിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. എനിക്കിവിടെ ആവശ്യത്തിന് എരിവുണ്ട്. ഞാനൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പച്ചമുളകിനൊക്കെ നല്ല എരിവുള്ളതായതുകൊണ്ടാണ് കേട്ടോ. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനി തണുത്ത് കഴിയുമ്പോഴത്തേനും ഒന്നും കൂടി ഒന്ന് കളറൊക്കെ മാറി വരും. ഒന്നിലൊന്ന് തൊടാതെ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ആദ്യം ഗരം മസാല ചേർത്തുകൊണ്ട് ഇനി ഗരം മസാല ഒരു 1/4 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മതി കേട്ടോ. ഇനി ഗരം മസാല ചേർക്കുന്നില്ലെങ്കിൽ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയേ. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്